നോക്ക്, ഞാൻ ആ ഡേറ്റ് സൈറ്റ് ചെയ്ത സോഴ്സസ് ഒക്കെ ആർട്ടിക്കിളുണ്ട്. ഇനി വേറെ സോഴ്സസിൽ വേറെ ഡേറ്റ് ഉണ്ടെങ്കിൽ അത് കാണാൻ തയ്യാറാണ് ഞാൻ. നിങ്ങൾക്കറിയാം, ഞാൻ എല്ലാം ഒരു അടിസ്ഥാനത്തിലേ എഴുതുള്ളൂ. ശശി തരൂരിന്റെ വാക്കുകളാണ്. അദ്ദേഹത്തിന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. ഒരു മാറ്റവും വരുത്താൻ അദ്ദേഹം തയ്യാറല്ല. ഞാൻ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായ ഡാറ്റ തരൂ, ഞാൻ പരിശോധിക്കാം, ഞാൻ അതും കൂടി കേൾക്കാം. ആധികാരികമായിട്ട് മാത്രമേ ഞാൻ കാര്യങ്ങൾ പറയാറുള്ളൂ എന്ന് ആവർത്തിച്ച് ഉറപ്പിച്ചു പറയുന്നു ശശി തരൂർ. എന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടത്തിയതിനു ശേഷവും അദ്ദേഹത്തിന്റെ നിലപാട് മാറ്റാൻ തയ്യാറല്ല എന്നർത്ഥം. ഉറച്ചു തന്നെയാണ് ശശി തരൂർ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞത് ശരി തന്നെയാണ്. അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഞാൻ സംസാരിക്കുന്നത് കേരളത്തെ കുറിച്ചാണ് എന്ന്, കേരളത്തിന് വേണ്ടിയാണ് എന്ന്. ആ വാക്കുകൾ കൂടി നമുക്ക് കേൾക്കാം. നോക്കൂ, ഒരു വിഷയം ഞാൻ പറയട്ടെ. ഈ ക്ഷണം അവർ വന്നപ്പോ ഞാൻ ചർച്ചയും കൂടി ചെയ്തത്. ഞാൻ പറഞ്ഞു ആ ദിനങ്ങൾ ഞാൻ ഇല്ല, അപ്പൊ ചോദിച്ചിട്ട് കാര്യമില്ലേ പറഞ്ഞു. അങ്ങ് ഉന്നയിച്ച രാഹുൽജിയായിട്ടുള്ള കൂടിക്കാഴ്ച അത് ഞാനും അദ്ദേഹം മാത്രമേ ഉണ്ടാകുള്ളൂ. അദ്ദേഹം സംസാരിക്കുന്നത് ഞാൻ സംസാരിക്കുന്നതിനാണോ? ഒരു പ്രശ്നമില്ല. പോയിട്ട് വരട്ടെ. നോക്ക്, ഞാൻ ആ ഡേറ്റ് സൈറ്റ് ചെയ്ത സോഴ്സസ് ഒക്കെ ആർട്ടിക്കിളുണ്ട്. ഇനി വേറെ സോഴ്സസിൽ വേറെ ഡേറ്റ് ഉണ്ടെങ്കിൽ അത് കാണാൻ തയ്യാറാണ് ഞാൻ. നിങ്ങൾക്കറിയാം, ഞാൻ എല്ലാം ഒരു അടിസ്ഥാനത്തിലേ എഴുതുള്ളൂ. അപ്പോൾ ഞാൻ സോഴ്സ് എഴുതിയിട്ടുണ്ട്, ഗ്ലോബൽ ഇക്കോസിസ്റ്റം റിപ്പോർട്ട്, മറ്റേത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ്സ്. ഇനി വേറെ വല്ല മാറ്റം വന്നു കഴിഞ്ഞാൽ, ഇത് രണ്ടും CPM-ന്റെ അല്ലല്ലോ. ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ് സെൻട്രൽ ഗവൺമെന്റിനാണ്, ഗ്ലോബൽ ഇക്കോസിസ്റ്റം റിപ്പോർട്ട് ഒരു അന്താരാഷ്ട്രീയ മേഖലയിലാണ്. അപ്പോൾ ഈ രണ്ടുപേർക്കും വേറെ ഡേറ്റ കിട്ടിയാൽ ഞാൻ സുഖമായിട്ട് മാറ്റാം. ഞാൻ കേരളത്തിന് വേണ്ടി മാത്രമാണ് സംസാരിക്കുന്നതും എഴുതുന്നതും, വേറെ ആർക്കും വേണ്ടിയിട്ടല്ല. രാഹുൽ ഗാന്ധിയും ഖർഗെയും കണ്ടതിൽ താങ്കൾ തൃപ്തനാണോ? താങ്കളുടെ എല്ലാ പ്രശ്നങ്ങളും അവിടെ അഡ്രസ് ചെയ്യപ്പെട്ടോ? അല്ല, ഖർഗെനെ കണ്ടില്ല ഈ തവണ. രാഹുൽ ഗാന്ധിയുമായിട്ട് കൂടിക്കാഴ്ച താങ്കൾക്കുള്ള കൺസേൺ ഒക്കെ അറിയിച്ചോ? താങ്കൾക്ക് പരിഗണന ഞാൻ കുറെ ആയിട്ട് ആവശ്യപ്പെട്ട മീറ്റിംഗുകൾ നടന്നു. ഇനി അദ്ദേഹത്തിന്റെ വാക്കുകളിൽ, അദ്ദേഹം പറഞ്ഞതിൽ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട്. അതിലൊന്ന്, അദ്ദേഹത്തിന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നതാണ്. എപ്പോൾ രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടത്തിയതിനു ശേഷം അദ്ദേഹം നിലപാട് മാറ്റിയിട്ടില്ല. നിലപാട് മാറ്റും എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞത്. എന്നാൽ മാറ്റില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. രാഹുൽ ഗാന്ധിയുടെ അനുനയ ശ്രമവും പാളി എന്നർത്ഥം. മറ്റൊന്ന്, അദ്ദേഹം പറഞ്ഞ രണ്ടാമത്തെ വിഷയം, ഞാൻ സംസാരിക്കുന്നത് കേരളത്തിന് വേണ്ടിയിട്ടാണ് എന്നാണ്. കേരളത്തിന് വേണ്ടിയാണ് സംസാരിക്കുന്നത് എന്ന് വെച്ചാൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ആരും കേരളത്തിന് വേണ്ടി സംസാരിക്കുന്നില്ല. അവർ എപ്പോഴും, എന്ന് വെച്ചാൽ പ്രതിപക്ഷം എപ്പോഴും കേരളത്തിന് എതിരെയാണ് സംസാരിക്കുന്നത്. കോൺഗ്രസ് നേതാക്കളും UDF നേതാക്കളും, BJP-യുടെ വാക്ക് അതുപോലെ കടമെടുത്ത് പറയുന്ന കോൺഗ്രസ് നേതാക്കൾ വരെയുണ്ട്. അവരെല്ലാം ട്രോളുകയാണ്, അവരെയെല്ലാം വിമർശിക്കുകയാണ് ശശി തരൂർ ചെയ്യുന്നത്. ഞാൻ സംസാരിക്കുന്നത് കേരളത്തിന് വേണ്ടിയിട്ടാണ് എന്ന്. കേരളത്തിന് വേണ്ടി എന്താ, കേരളം ഇന്ത്യയിലല്ലേ എന്ന ക്യാമ്പയിൻ ഇടതുപക്ഷം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് കേരളത്തിന് വേണ്ടി സംസാരിക്കാൻ കോൺഗ്രസിൽ നിന്ന്, UDF-ൽ നിന്ന് ഒരു നേതാവ് വരുന്നത് എന്നത് LDF-നെ സംബന്ധിച്ച് വളരെ ആശ്വാസകരമാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ കൈയടിക്കുന്നത്. പക്ഷേ UDF-ന് അത് വലിയ തിരിച്ചടിയാണ്. UDF-ന്റെ നിലപാട്, നയം, കേരളത്തെ സംബന്ധിച്ച് അവർ സ്വീകരിക്കുന്ന നിലപാടുകൾ തെറ്റാണ് എന്ന് ആവർത്തിച്ച് ഉറപ്പിച്ച് പറയുകയാണ് ശശി തരൂർ ചെയ്യുന്നത്. ഇതിലാണ് രാഷ്ട്രീയം ഉൾക്കൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ കേരളത്തിലെ UDF-ന്റെ നിലപാട് പൂർണ്ണമായും തള്ളുന്നു. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ നിലപാട് പൂർണ്ണമായും തള്ളുന്നു ശശി തരൂർ. ഇതിലേറെ പറയുന്നു, രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷവും അദ്ദേഹത്തിന്റെ നിലപാട് മാറ്റാൻ തയ്യാറല്ല എന്ന് ശശി തരൂർ ഉറച്ചു നിൽക്കുകയാണ് എന്ന് വേണം കരുതാൻ. അദ്ദേഹം കോൺഗ്രസിൽ തുടരുമോ ഇല്ലയോ എന്ന സംശയം കൂടുതൽ ശക്തമാവുകയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ദേശീയ തലത്തിൽ അദ്ദേഹത്തെ ഒറ്റയ്ക്കിരുത്തി ചർച്ച ചെയ്തിട്ട് പോലും, രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ട് പോലും ഒരു മാറ്റവും വരുത്താൻ അദ്ദേഹം തയ്യാറല്ല എന്ന് വെച്ചാൽ അദ്ദേഹം ഒരുങ്ങി ഇറങ്ങിയിരിക്കുകയാണ് എന്നർത്ഥം.